പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പറയുമ്പോൾ പലർക്കും മനസ്സിലാവും കുറച്ച് താമസിച്ചു പോയി എന്ന്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2024 ഡിസംബർ 25-ാം തീയതി, അതായത് ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിൽ ഒരു വൈകുന്നേരത്ത് നമ്മൾ കേട്ട ഒരു ദുഃഖ വാർത്തയാണ് നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെ സ്വന്തം MT വാസുദേവൻ നായരുടെ വിയോഗം. അതിന്റെ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും ഒരുപാട് നമ്മൾ അദ്ദേഹത്തെ അറിഞ്ഞു. അദ്ദേഹത്തിന്റെ കഥകളും കഥാപാത്രങ്ങളും, അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങളെ നേരിൽ കാണാനും അവരോട് അടുപ്പം കൂടാനെല്ലാമുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പാട്ടും വരയുമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തുമായിട്ട് സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി പ്രമുഖ വ്യക്തികളെ നിത്യേന എന്ന പോലെ കണ്ടുമുട്ടാറും അടുത്തിടപഴകാറുമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് സംസാരിക്കുകയോ അതല്ലെങ്കിൽ അടുപ്പം കൂടുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ശ്രീ MT. പക്ഷെ നേരിട്ടല്ലെങ്കിൽ പോലും ഞാനും അദ്ദേഹവുമായി ഒരു ആത്മബന്ധമുണ്ട്. അത് നിങ്ങൾക്കറിയാം. കുറച്ചു കാലം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ ആളാണ് ശ്രീ സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോടും ഞാനും തമ്മിൽ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒന്നിച്ചുകൂടാനും അദ്ദേഹത്തിന്റെ മരണശൈലിയിൽ വരെ അടുത്തുപോയി ഇരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു കലാപ്രവർത്തനങ്ങളുമായി നടക്കുന്നത് കൊണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ കിട്ടുന്ന ഒരു ബഹുമതിയാണ്. സുകുമാർ അഴീക്കോട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു 85-ാം പിറന്നാളിൽ പങ്കെടുക്കുകയും അതിനുശേഷം അദ്ദേഹം എന്നെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എന്നെ കുറിച്ച് പരാമർശിക്കുകയും അതിനുശേഷം മരണാസന്നനായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനും അദ്ദേഹം വിളിച്ച് കുറച്ചു സമയം അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാനും എല്ലാം ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സമാനമായിട്ട് തന്നെ എന്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനിച്ച, എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകണമെന്ന്, എനിക്ക് അടുപ്പം കാണിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ. പ്രവാസിയായിരുന്ന കാലത്ത് അബുദാബിയിലെ ഒരു അസോസിയേഷനിൽ വെച്ച്, എടുത്തു പറയുകയാണെങ്കിൽ അതൊരു KSC എന്ന് പറയും, അതായത് കേരള സോഷ്യൽ സെന്ററിൽ വെച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ നിത്യേന ചെയ്യാറുണ്ട്. സ്കിറ്റുകളായിട്ടും അതുപോലെ തന്നെ പാട്ട്, സംഗീത നിശകൾ, അതുപോലെ തന്നെ മിമിക്രി പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ സുകുമാർ അഴീക്കോട് സാറിനെ കണ്ടത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ബാബുരാജ് ഫൗണ്ടേഷന് വേണ്ടി MT വാസുദേവൻ നായരും അതുപോലെ തന്നെ പ്രിയങ്കരനായ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്ന് ഈ ബാബുരാജ് ഫൗണ്ടേഷന്റെ ഫണ്ട് സമാഹരണത്തിന് വേണ്ടി അബുദാബിയിലെത്തുകയും അങ്ങനെ KSCയിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു സംഗീത പ്രോഗ്രാം നടത്തിക്കൊടുക്കുകയും ചെയ്തു. ഞാനും ഒരു ഗാനം ആലപിച്ചു. MT സാറും ഗിരീഷ് പുത്തഞ്ചേരി സാറും കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ഗായകന്മാരും വന്ന് ഓരോരോ ഗാനങ്ങൾ ആലപിച്ചു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രകൃതം, MT സാറിന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരോടും പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, ചിരിക്കുകയോ അധികം സംസാരിക്കുകയില്ല. പാട്ട് തല താഴ്ത്തിയിരുന്ന പാട്ട് കേൾക്കും. എന്നാൽ പ്രത്യേകിച്ച് ഒരു മുഖഭാവം, ഭാവവ്യത്യാസമോ അല്ലെങ്കിൽ നന്നായെന്നോ ചിരിക്കുകയോ അല്ലെങ്കിൽ കൈയടിക്കുകയോ അങ്ങനെ ചെയ്യാതെ, പക്ഷെ അദ്ദേഹം പൂർണ്ണമായും ഒരു പക്ഷെ ആ വരികളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ആ പാട്ട് ആസ്വദിക്കായിരിക്കും. ആ പാട്ടുകാരൻ ആരാണെന്നോ ആ ആളെ കുറിച്ച് അറിയാനോ ഒന്നും അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. ബാബുക്ക ചെയ്ത ഒരുപാട് ഗാനങ്ങൾ ഞങ്ങൾ അവിടെ ആലപിച്ചു. TV ശ്രീനിവാസൻ ആലപിച്ച ഇനി എവിടെ കൂട് കൂട്ടും ഇണക്കുയിലേ ഇണക്കുയിലേ, ആയിരം ജന്മങ്ങൾ പൊഴിയുമി തേയിലക്കാടിൻ താഴ്വരയിൽ. ഈ വിഷയത്തിൽ നിന്ന് കടന്നു പോകുന്നതെന്നറിയാം, പക്ഷെ എന്തിനും ഒരു പ്രൂഫ് വേണം. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും പറയുന്നില്ല, അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. പിൽക്കാലത്ത് ഞാൻ നാട്ടിൽ വരികയും പ്രവാസ ജീവിതം ഒഴിവാക്കി നാട്ടിൽ വന്ന് മറ്റൊരു തൊഴിലുമായി മുന്നോട്ട് പോവുകയും പിന്നീട് ഞാൻ ഈ പാട്ടും വരയുമെന്ന ഈ കൺസെപ്റ്റിലൂടെ ഞാൻ കേരളത്തിന്റെ പല ഭാഗത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും പിന്നെ മറ്റു നോർത്തിലായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ഞാനൊരു യാത്ര പ്ലാൻ ചെയ്തത്. എന്റെ ചിത്രകലയും ഒപ്പം തന്നെ സംഗീതവുമായിട്ട് സ്വന്തം വാഹനത്തിലായിട്ട്
ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് പോകണം. അതിന്റെ ഒരു അനുഗ്രഹം വാങ്ങുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ ചില നടന്മാരെ സമീപിച്ചിരുന്നു. അന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് MT സാറുമായിട്ടൊന്ന് നേരിൽ കണ്ട് അദ്ദേഹത്തെ ഒന്ന് വരച്ച് ഒരു അനുഗ്രഹം മേടിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റും. നമ്മളൊരു എളിയ കലാകാരൻ, അത്രമാത്രം പോപ്പുലാരിറ്റി നമുക്ക് കിട്ടിയില്ല. പെട്ടെന്ന് പറഞ്ഞ MT സാർ, ഞാൻ ഇല്യാസാണ്, അവരെന്ന് പറയുമ്പോൾ ആരാണ് ഇല്യാസ് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഒരു കഷ്ടമാണ്. കാര്യം ഞാൻ അത്രമാത്രം പോപ്പുലാരിറ്റി കിട്ടിയ ഒരാളല്ല. എങ്കിൽ പോലും ഞാൻ എൻ്റെ ശ്രമം നടത്തി. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, MT സാറിന്റെ നമ്പർ തരും, നീ അദ്ദേഹത്തെ വിളിക്കണം. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ MT സാറ് തന്നെയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ വേറെ സെക്രട്ടറിമാരോ അതല്ലെങ്കിൽ കുടുംബത്തിലെ മക്കളോ ആരെങ്കിലൊക്കെ ആയിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഈ പ്രത്യേകത അദ്ദേഹം തന്നെയായിരിക്കും ഫോൺ എടുക്കുന്നത്. വളരെ സന്തോഷം തോന്നി. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഞാൻ MT സാറുമായിട്ടുള്ള ആദ്യം നേരിൽ കണ്ട ഒരു ഗാനമാല, അദ്ദേഹത്തിന്റെ സമക്ഷം ഒരു ഗാനം ആലപിക്കാൻ പറ്റി. പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പിന്നെ സംഭവിച്ച കാര്യം എന്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ച ഒരു കാര്യമാണ്. ആ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതൊരു അൺഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ഒരു ഗവൺമെന്റ് പ്രൊജക്ട്, ആ ഗവൺമെന്റ് പ്രൊജക്ട് മുഴുവനാവുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ശരിയായ രീതി അല്ലെങ്കിൽ പോലും വ്യക്തമായിട്ടൊരു സൂചന തന്നില്ല. ഞാൻ പറയാം, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിള അവസാനിക്കുന്നിടത്ത് ഒരു സംഗ്രഹാലയം വേണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിളയെക്കുറിച്ചും നിളയുടെ കഥകളിലായിട്ട് ജീവിച്ച് മരിച്ച കവികളെക്കുറിച്ചും കഥാകാരന്മാരെക്കുറിച്ചും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു നിളാ നദിയുടെ തീരത്ത് ജനിച്ചപ്പോൾ നമുക്കറിയാം, അന്ന് പാലക്കാട് ജില്ലയിലെ കുടലൂർ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം പിൽക്കാലത്ത് കോഴിക്കോട് പോയി സെറ്റിലായതാണ്. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ച വഴികളിലെല്ലാം അദ്ദേഹത്തിന്റെ കഥകളുടെ പശ്ചാത്തലത്തിലെല്ലാം ഈ നിളാനദി ഉണ്ടായിരുന്നു. നിള നദിയെ അദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ പല വാക്കുകളിലും പല രചനയിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പേരാർ അല്ലെങ്കിൽ നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകദേശം 4 നദികൾ ചേർന്ന് മറ്റ് 14ഓളം പോഷക നദികൾ ചേർന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് തുടങ്ങി അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന ഏകദേശം 200-ലധികം കിലോമീറ്റർ നീളത്തിൽ സഞ്ചരിക്കുന്ന ഈ പുഴയുടെ സവിശേഷത നമ്മൾ ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട്. പൊന്നാനിയിൽ അവസാനിക്കുന്ന നദിയുടെ അവസാനിക്കുന്ന അഴിമുഖത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ഒരു സംഗ്രഹാലയം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിക്കുക മാത്രമല്ല, അത് അദ്ദേഹം അന്നത്തെ ഭരണാധികാരികളോട് പൊന്നാനിയിൽ നടന്ന ഒരു നിളാം തീരത്ത് നടന്നൊരു ചടങ്ങിൽ അദ്ദേഹം അത് തുറന്നു പറയുകയുണ്ടായി. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് അത്. ഇതെല്ലാം ഞാൻ കേട്ട അറിവുകളാണ്. അറിയാത്ത മഹാത്ഭുതങ്ങളുടെ ഗർഭം പേറുന്ന മഹാസാഗരങ്ങളെക്കാൾ എനിക്കിഷ്ടം എന്റെ നിളയെയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രസക്തമായ വാചകങ്ങളാണ് അദ്ദേഹത്തിന്റെ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ സ്ഥലത്ത് പൊന്നാനിയിലെ ഈ നിള അറബിക്കടലിനോട് ചേർന്ന ചമ്രവട്ടം പാലത്തിനടുത്തായിട്ടുള്ള ഒരു പ്രദേശത്ത് ഈ സംഗ്രഹാലയത്തിനുള്ള തറക്കല്ലിടുകയും പിന്നീട് അവിടെ വലിയൊരു സമുച്ചയം കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഒരു നിയോഗം എന്ന കണക്ക് ഞാനും അതിന്റെ ഒരു ഭാഗമായി. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അൺഒഫീഷ്യലായിട്ടുള്ള ഒരു വാചകങ്ങളാണ്. എനിക്കത് പറയാനുള്ള അവകാശമോ തെളിയിക്കാനുള്ള അധികാരമോ ഇല്ല. പക്ഷെ ഇന്നും കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വരാൻ പോകുന്ന വർഷങ്ങളിൽ അത് സാക്ഷാത്കാരമാകുമെന്ന് എനിക്ക് പ്രത്യാക്ഷിക്കാൻ പറ്റും. എനിക്കറിയാം, നിള സംഗ്രഹാലയം എന്ന പേരിൽ ആ മ്യൂസിയത്തിൽ MT സാർ പറഞ്ഞ കണക്കെയുള്ള കഥകളും കഥാപാത്രങ്ങളും കവികളെയും കഥാകാരന്മാരെയും കുറിച്ചെല്ലാം അവിടെ ആലേഖനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രധാന പങ്ക് വഹിക്കാൻ ഈ എളിയവനായ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തുറന്ന് സംസാരിക്കാനും അദ്ദേഹത്തെ നേരിൽ കാണാനും അതല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ച് ഏതെല്ലാം രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഇടപഴകൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. MT സാറുമായി നിരന്തരം ചർച്ച ചെയ്യുക, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന്റെ സംഘാടകർ എത്തിച്ചു തന്നു. ഞാൻ അതിന് പ്രകാരം അവിടെ ഓരോ വരകളും
അതുപോലെ തന്നെ ശില്പങ്ങളും എല്ലാം ഉണ്ടാക്കി. MT സാറിനെ തന്നെ നേരിട്ട് ചുവരിൽ ഒരു അർദ്ധ പ്രതിമയായിട്ട്, അതായത് എംബോസായിട്ട് ചെയ്യാനും എൻ്റെ കൈകൾ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നിളയുടെ തീരങ്ങളിലൂടെ വന്ന കേരളത്തിന്റെ ഹിന്ദു സംസ്കാരത്തിൽ ബലിതർപ്പണം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തിരുനാവായ. തിരുനാവായ കഴിഞ്ഞ പിന്നെയാണ് പൊന്നാനിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ. അപ്പൊ അവിടെയുള്ള ഒരുപാട് കഥകളെ കുറിച്ച് ഞങ്ങൾ വായിച്ചറിഞ്ഞു. ഇടശ്ശേരിയെക്കുറിച്ചും തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും പി കുഞ്ഞിരാമനെ കുറിച്ചും അതുപോലെ തന്നെ PC കുട്ടിക്കൃഷ്ണൻ നായർ എന്ന ഉറൂബിനെ കുറിച്ചും VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചും അക്കിത്തത്തെക്കുറിച്ചും പൂന്താനത്തെക്കുറിച്ചും എല്ലാം അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചുവരിലൂടെയും ചുവരിന് പുറത്തുമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും അത് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ വിശദീകരിച്ച് സംസാരിക്കാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, MT സാറിന് വേണ്ടിയാണ് ആ മ്യൂസിയം ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഓരോ അപ്ഡേഷനുകളും അദ്ദേഹത്തിന് എത്തിച്ചു. ഓരോ സ്പെസിമെൻ, അതായത് പേപ്പറിലൂടെ അതിന്റെ കൺസെപ്റ്റ് വരച്ചതും അതുപോലെ തന്നെ അത് ഗ്രാഫിക്സ് ആയിട്ട് ചെയ്തതും അത് ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകളെ കുറിച്ച് എല്ലാം അദ്ദേഹത്തോട് ഇതിന്റെ സംഘാടകർ പോയി വിവരിക്കുന്നു. അദ്ദേഹം അത് നിശബ്ദനായി കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നേരിൽ പോകാനോ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒരു അവസരം കിട്ടിയില്ല. പലപ്പോഴായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ ഞാൻ ഇതിന്റെ സംഘാടകരോട് പറഞ്ഞപ്പോൾ അത് പല കാരണത്താൽ മാറിപ്പോയി. കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ പ്രിയങ്കനായ MT കഥാപാത്രങ്ങളെ ഏറ്റവും കൂടുതൽ വരയിലൂടെ ലോകത്തെ കാണിച്ച ഈ ആർട്ടിസ്റ്റ് നമ്പൂരി അവിടെ വിസിറ്റ് ചെയ്യുകയും ഈ കലയെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ MT സാർ 1-2 തവണ വരാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ അതിന് തടസ്സം നിൽക്കുകയാണ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ് പ്രധാനമായിട്ട്. കാരണം അത്രയും നടന്നു വന്ന് ചുറ്റി നടന്ന് കാണാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നല്ല അദ്ദേഹം. എങ്കിൽ പോലും ഓരോ അപ്ഡേഷനുകളും അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ സംഘാടകർ. ഒരു അനുശോചന കർമ്മത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും പറയാനോ എനിക്ക് അവസരം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാനും ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് പറയാനുള്ള ഒരു വേദിയായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. വെറും ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു പോസ്റ്ററിലൂടെ മാത്രം ഒതുങ്ങാവുന്നതല്ല മലയാളിയും MT വാസുദേവൻ നായരും തമ്മിലുള്ള ബന്ധം എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.